നമുക്ക് കുവൈറ്റിൽ നമ്മുടെ കുട്ടനാട് എന്ന് പോലെ നമുക്ക് തോന്നിക്കുന്നതായ ഒരു സംഭവം. അത് എൻ്റെ കൺസെപ്റ്റ് ആട്ടോ. നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് അസാധ്യകരമാകും എന്നുള്ളത് പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. പോവാം, കുറച്ചങ്ങോട്ട് പോകണം, അപ്പോൾ നമുക്ക് കാണാം. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സംഭവം കിട്ടും കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് വണ്ടിപ്രാന്തന്മാർക്കും അത്യാവശ്യം വണ്ടിക്കളി നടത്തുന്നവർക്കൊക്കെ പറ്റിയൊരു കളം. നമ്മുടെ നാട്ടിലെ മരണക്കിണറൊക്കെ പോലെ തോന്നിക്കുന്ന, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചുറ്റും ചരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന, നമ്മൾ സൈഡിൽ കൂടെ അത്യാവശ്യം ഡ്രിഫ്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പറ്റിയൊരു സ്ഥലം. അതായത് നമ്മൾ കരുതിക്കൂട്ടി പോകുന്നതല്ല, നമ്മുടെ പരിപാടിയും ഇതല്ലായിരുന്നു. ഇന്നത്തെ പ്ലാനിങ്ങിൽ ഇതുള്ള കേസിട്ടുള്ളൊന്നും അല്ലായിരുന്നു. അപ്പം എന്തായാലും ഞങ്ങളത് കണ്ടപ്പം പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ചെറിയ ഒരു പരിപാടികളൊക്കെ നടത്തി നമ്മുടെ വണ്ടികളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്. പോകുന്ന വഴി യാദൃശ്ചികമായിട്ട് കണ്ട കാര്യം കേട്ടോ. ഒന്നും പറയാനില്ലായിരുന്നു കേട്ടോ. വണ്ടിക്കളി സൂപ്പറായിരുന്നു. ഹമ്മർ ആയാലും FJ ആയാലും ഒന്നിനൊന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതങ്ങനെ ആസ്വദിച്ചങ്ങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ പറഞ്ഞ ആ കുട്ടനാടിൻ്റെ പ്രതീതി തോന്നിക്കുന്ന ആ ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്ന ഈ റോഡിൻ്റെ രണ്ട് സ്ഥലത്തും രണ്ട് സൈഡുകളിലും വെള്ളം കയറുന്നതാണ്. കടലിൽ വെള്ളം കയറി വരുന്ന ആ ഒരു സമയത്ത് ഇതിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ആ പറഞ്ഞ ആ ഒരു ഫീല് കിട്ടും. നമുക്ക് ആ കുട്ടനാട്, ആലപ്പുഴ ആ പ്രദേശത്തൂടെയൊക്കെ പോകുന്ന പോലെ തന്നെ തോന്നും. അത്രയ്ക്കും ഗ്രാമീണ ഭംഗിയും ആ ഒരു വെള്ളമൊക്കെ നിൽക്കുന്ന ആ കറക്റ്റ് ആ നീല കളറിൽ ഇങ്ങനെ കിടക്കും. അതിന് വെള്ളമില്ലാത്തപ്പോൾ തന്നെയാണെങ്കിലും ഇത് കണ്ടോ, ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല പച്ചപ്പിൽ അതൊരു പായൽ ചെടി പോലത്തെ ഇതാണ്. അധികം വളരില്ല, ബുഷസ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കും. എന്തായാലും ഒന്നും പറയാനില്ലാത്ത അടിപൊളി ഒരു കാഴ്ച. അങ്ങനെയുണ്ട്. കുറച്ച് കാലം കൂടി ഹമ്മറൊക്കെ ഓടിച്ചിട്ട് അടിപൊളി. ഇത് കണ്ടോ നിങ്ങൾ, ഈ തടിയുടെ പോസ്റ്റ് കണ്ടോ? തടിയില്ലാത്ത, അതായത് മരങ്ങളില്ലാത്ത നാട്ടിൽ തടിയുടെ പോസ്റ്റ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഇവിടെ ഉപ്പുവെള്ളം കയറുന്ന അവിടെ മുഴുവനും. അപ്പം ഇരുമ്പാണെങ്കിൽ തുരുമ്പെടുക്കുന്നത് കൊണ്ട്, തടിയാണെങ്കിൽ അതില്ലാത്തത് കൊണ്ടാണ് ഈ സംഭവം. ഇത് കണ്ടോ, തടിയുടെ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം തടിയുടെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കണ്ടോ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ആ കായലിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്ന ആ ഒരു സ്ഥലം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോരുമ്പം പിന്നെയുള്ളതും അവിടെ കണ്ട പോലെ തന്നെ പായൽ ചെടികളാണ് രണ്ട് സൈഡിലും എല്ലാം ഉള്ളതും. വെള്ളത്തിൻ്റെ അംശം എല്ലാം ഉണ്ട്. ശരിക്കും വെള്ളം കയറിയിട്ട് ഇറങ്ങി പോയിരിക്കുന്നതാണ്. ഇപ്പം വെള്ളം ഉള്ള സമയത്ത് നമുക്കിപ്പോൾ ഈ പോകുന്ന വഴിയിലൂടെയൊക്കെ സെഡാൻ കാറുകൾ, ചെറിയ വണ്ടികളൊക്കെ ആയിട്ട് പോകാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. നമുക്ക് എത്തിപ്പെടേണ്ട അങ്ങ് കാണുന്ന ആ ഒരു മണൽത്തിട്ട് ഒരു മുനമ്പലാണ്. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാറക്കൂട്ടം എന്ന് പറഞ്ഞൊരു കറക്റ്റ് ഒരു സ്ഥലമുണ്ട്. അത് നമ്മുടെ ഇവിടെയുള്ള ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ചെന്ന് നമ്മുടെ ബേഡിങ്ങിനൊക്കെ ആയിട്ട് ചെന്ന് അവർ കണ്ടുപിടിച്ച് അവരിട്ട ഒരു പേരാണ്, നമ്മുടെ മലയാളികൾ തന്നെ. അപ്പോൾ അങ്ങനെ ആ ഒരു പാറക്കൂട്ടം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ കാണുന്നത് അവിടെ ഒരു ആയിരക്കണക്കിന് മീനുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് വന്ന്, ചെറു മീനുകളാട്ടോ, ഒത്തിരി വലുതല്ല. അപ്പോൾ അതിങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് പക്ഷികൾ വരുന്നതും അങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റ്സ്, ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പ്രകൃതി രമണീയമായ ആ ഒരു സ്ഥലം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ ആ കല്ലുംകൂട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം അവിടെ വന്നപ്പോഴത്തേന് ആദ്യം ഒരു കാപ്പിയെന്നങ്ങ് തുടങ്ങാം. എന്തായാലും കുറച്ചും കൂടി നേരത്തെ വരേണ്ടതായിരുന്നു, ശകലം താമസിച്ച് പോയി, കുഴപ്പമില്ല.
എന്തായാലും വീട്ടിൽ നിന്ന് ഇച്ചിരി കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ശകലം കാപ്പി കുടിച്ചിട്ടാകട്ടെ അടുത്ത പരിപാടി. അടിപൊളി സെറ്റപ്പ്. അപ്പം വീട്ടിൽ വെച്ച് കുടിക്കുമ്പോൾ എന്നാന്ന് അറിയത്തില്ല, ഈ കാപ്പിക്ക് ഇത്രയും ടേസ്റ്റ് കിട്ടാറില്ല. ശരിക്കും ഈ കല്ലിൻ്റെ ഉദ്ദേശം എന്നായിരിക്കും ജയേഷേ? എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ പാറക്കഷ്ണങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കടൽ വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഈ മുനമ്പുകളൊക്കെ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഇതെന്തായാലും നമുക്ക് ഇത് കൊണ്ടുപോയിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് കാണാനൊക്കെ അടിപൊളി രസമാണ്. പിന്നെ ഫോട്ടോഗ്രാഫി നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമായതിനാൽ ഇവിടെ നിന്ന് ഇപ്പോൾ കിട്ടിയതും ഇതിന് മുമ്പ് കിട്ടിയതുമായ കുറച്ച് പടങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം. ടോബിനവിടെ നിന്ന് തകർപ്പം വീഡിയോ പിടുത്തം കേട്ടോ, വേറെ ഒന്നുമല്ല. കുറേ മീനുകളുണ്ട്, കാണാൻ ഭയങ്കര രസമാണ്. അപ്പം അതിങ്ങനെ നമുക്ക് അതിൻ്റെ കാലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ മീൻ മുഴുവൻ ഇങ്ങനെ മസാജ് ചെയ്ത് തരും നമ്മുടെ കാല്, അതുപോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും പുള്ളി അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് അടിപൊളിയായിട്ടൊന്ന് കുറച്ചെല്ലാം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ് ജെറ്റ് സ്കി ഒക്കെ ആയിട്ട്, അതുപോലെ ബോട്ടും ജെറ്റ് സ്കിയും ഒക്കെ ആയിട്ട് വന്ന് കുറച്ച് അറബികൾ ഈ കടലിൻ്റെ ആ ചാലിയിൽ കൂടി, ഇപ്പോൾ വെള്ളം ഇറങ്ങിക്കിടക്കുന്ന സമയമായതുകൊണ്ട് ചാലിയിൽ കൂടെ ഇറക്കിക്കൊണ്ട് പോയി. ഇവർ ആക്ച്വലി ഫിഷിങ്ങിന് പോകുന്നതാണ്. ഇവർ മുമ്പ് ഒരു 3-4 പേര് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ രാവിലെ ഇപ്പോൾ ഒരു 8 മണിയായിട്ടാണ് ആയിട്ടുള്ളത്. അപ്പം ഇവർ പോയിട്ട് തിരിച്ചു വരുന്നത് രാത്രി 8-10 ആകുമ്പോഴാണ് തിരിച്ചു വരുന്നതെന്നാണ് പറയണേ. ഇവരിങ്ങനെ ഇതിലൂടെ യാത്ര ചെയ്ത് ഭക്ഷണമൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇഷ്ടംപോലെ മീനെയൊക്കെ കിട്ടുമെന്നാണ് അവർ പറയണേ. അപ്പോൾ അടിപൊളിയൊരു കാഴ്ചയാണിത്. അപ്പോൾ നിങ്ങളാര് വന്നാലും ഇതൊക്കെ നിങ്ങൾക്കും കാണാൻ പറ്റും. ഇതെല്ലാം ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ നല്ല ക്വയറ്റ് ഏരിയയാണ്. ഒരു പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലം കാണാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലൊക്കേഷൻ തരുന്നതായിരിക്കും. എന്തായാലും കാണുക, കണ്ടാസ്വദിക്കുക. അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല. മാത്രമല്ല ചിലരൊക്കെ പറയുന്നത് കേൾക്കാം കുവൈറ്റിൽ കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നൊക്കെ. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. കുവൈറ്റിൽ കാണാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരും പ്രകൃതി രമണീയത ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.